താങ്കളാണോ താങ്കളുടെ മകനെ കൊന്നത്? എന്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല. എന്റെ മകനെ കൊന്നവരെ ഞാൻ ഈ ഒരു ഡയലോഗ് പുള്ളി മൊത്തം കംപ്ലീറ്റ് ആക്കുന്നില്ല. എന്തായിരിക്കും കാരണം? അപ്പോൾ ലാലേട്ടൻ്റെ തുടർ OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തുടർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻസ് ആണ്. അവസാനം ആ കാറ് എന്താണ് ചെയ്തത്? ഇത്ര കോൺഫിഡൻസോടെ ലാലേട്ടൻ്റെ കഥാപാത്രം എന്തിനായിരിക്കും പിടികൊടുത്തത്? അവസാനം ലാലേട്ടൻ്റെ കഥാപാത്രം എന്തുകൊണ്ട് പറഞ്ഞത് മുഴുവിപ്പിച്ചില്ല? തുടരും സിനിമയുടെ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാമോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹെവി സ്പോയിലർ എന്തായാലും കാണും, ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും ലാലേട്ടന്റെ കഥാപാത്രം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആ കാറിന് എന്താണ് സംഭവിച്ചത്? ബെന്നിയുടെയും ജോർജിന്റെയും ഡെഡ് ബോഡി ആ കാറിൽ കയറ്റിയാണ് കൊണ്ടുവരുന്നത്. അവസാനം ആ കാട്ടിൽ ആ കാറും കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടന്റെ കഥാപാത്രം ആ കാറും നശിപ്പിച്ച് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ലാലേട്ടനെതിരായിട്ടുള്ള കേസിൽ ആ കാറാണ് പ്രധാന തെളിവായിട്ടുള്ളത്. ആ കാറിൽ മകന്റെ ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആ കാറ് ശരിക്കും ഒരു തെളിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ബോഡിക്കൊപ്പം ആ കാറ് നശിപ്പിച്ച് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി അതിൻ്റെ ഒരു കോൺഫിഡൻസിലായിരിക്കും ലാലേട്ടന്റെ കഥാപാത്രം കീഴടങ്ങുന്നത്. തെളിവ് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ കേസ് എന്തായാലും തള്ളിപ്പോവും. പിന്നെ വേറൊരു കാര്യം, അവസാന സീനിലായിട്ട് ഫർഹാൻ ഫാസിലിന്റെ ക്യാരക്ടറെ അവിടെ കാണിക്കുന്നുണ്ട്. ഈ നടന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന രണ്ടാളുകളെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അതിലൊന്ന് ലാലേട്ടന്റെ കഥാപാത്രവും പിന്നെ ഫർഹാൻ ഫാസിലിന്റെ ക്യാരക്ടറുമാണ്. ഒരു പക്ഷേ ലാലേട്ടന്റെ കഥാപാത്രത്തെ രക്ഷിക്കാൻ പോകുന്നത് ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഈ നടന്ന കാര്യങ്ങളെല്ലാം ഫർഹാൻ ഫാസിലിന്റെ ക്യാരക്ടറിന് അറിയാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ കോടതിയിലെല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ കാരണങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി മാപ്പ് സാക്ഷിയാകാനായിരിക്കാം ആ ഒരു ക്യാരക്ടർ കോടതിയിൽ വന്നതും. ഇതൊക്കെ കൊണ്ടായിരിക്കണം ലാലേട്ടന്റെ കഥാപാത്രം കോൺഫിഡൻസോടെ പിടികൊടുത്തതും. അപ്പോൾ പിന്നെ വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത്, ബെന്നിയെയും ജോർജിനെയും കൊന്ന കാര്യം ആരും അറിഞ്ഞിട്ടില്ലേ എന്നതാണ്. എനിക്ക് തോന്നുന്നത് അത് ആരും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കേസും ആയിട്ടില്ല. കാരണം ഇവർ തമ്മിൽ പേഴ്സണലായിട്ട് ഒരു ഇഷ്യൂയും ഉള്ളത് ആർക്കും അറിയില്ല. അതുകൂടാതെ ഇവരുടെ ബോഡി കിട്ടി കാണത്തുമില്ല. അങ്ങനെ വരുമ്പോൾ ആ കേസിനല്ല ലാലേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോനെ ഞാൻ കൊന്നിട്ടില്ല, പക്ഷെ എൻ്റെ മോനെ കൊന്നവരെ ഞാൻ എന്ന് പറഞ്ഞ് ആ ഡയലോഗ് മുഴുവിപ്പിക്കാഞ്ഞത്. ഇനി തുടരും സിനിമയുടെ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കാമോ? ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നെയാണ് ഈ ഒരു പടത്തിൽ തരുൺ മൂർത്തി കൊടുത്തിരിക്കുന്നത്. ആ കോടതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണുന്ന പ്രേക്ഷകന് വിട്ടു തന്നിരിക്കുകയാണ് സംവിധായകൻ. അതിനുള്ള ക്ലൂസും പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മികച്ച എൻഡിങ് ഈ ഒരു പടത്തിന് കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പേഴ്സിൻ്റെ ഒരു മിസ്റ്റേക്ക് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തരുൺ മൂർത്തിയുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.